കഴിഞ്ഞ ദിവസം ഗുഡ് മോർണിംഗ് കേരളത്തിൽ വന്നപ്പോൾ നമ്മൾ അന്തിക്കാട് തണ്ണിമത്തൻ കൃഷി നടക്കുന്ന ഒരു കൃഷിയുടെ വിളവെടുപ്പ് 20-ാം തീയതി വിളിക്കരുത് കേട്ടോ. ഇല്ല 20-ാം തീയതി അല്ല 20-ാം തീയതിയാണ്. ചെറുവയൽ രാമൻ വരുന്നുണ്ട്, നമ്മുടെ ടോവിനോ തോമസ് വരുന്നുണ്ട്, പിന്നെ സത്യേട്ടൻ വരുന്നുണ്ട്. സത്യേട്ടൻ ഞാൻ ഒരുമിച്ചാണ് ഇവിടെ ഒരു ഗ്രൂപ്പ് കൃഷിയുണ്ട്. അപ്പോൾ സത്യേട്ടൻ അവിടെ അന്ന് വരുന്നുണ്ട്. പിന്നെ രാജീവിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ രാജീവനുണ്ടാവും. അപ്പോൾ ഞങ്ങൾ 20-ാം തീയതി അന്ന് പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയെ കൊണ്ട് വിളവെടുപ്പ് നടത്തണമെന്നാണ് ആഗ്രഹം. മുഖ്യമന്ത്രി വരാമെന്ന് പറഞ്ഞു. പക്ഷേ മുഖ്യമന്ത്രി ഇപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കാതെ മുഖ്യമന്ത്രിക്ക് ഒരു പ്രോഗ്രാം കൊടുക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിയാണ്. അപ്പോൾ ഇതാണ് ഒരു കാര്യം ചെയ്താൽ മതി, അതിൽ നിന്നൊരു നല്ല തണ്ണിമത്തൻ അദ്ദേഹത്തിന് ഗിഫ്റ്റ് ആയിട്ട്. കഴിഞ്ഞ കൊല്ലം അദ്ദേഹം തണ്ണിമത്തൻ കൊടുത്തയച്ചിരുന്നു. അദ്ദേഹത്തിന് മാത്രമല്ല, ഞാനിവിടെ നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ പ്രവർത്തകർക്കൊക്കെ നമ്മൾ തണ്ണിമത്തൻ. എന്നാ പറഞ്ഞ തീയതി 20-ാം തീയതി 20 അതൊന്ന് കുറിച്ച് വെക്കട്ടെ. രാവിലെ 8 മണിക്ക് ശ്രീരാമഞ്ചിറ, ഞങ്ങളുടെ ബ്രാൻഡ് തന്നെ വി കെ മോഹനൻ കാർഷിക സംസ്കൃതി ശ്രീരാമഞ്ചിറ തണ്ണിമത്തൻ എന്നാണ്. അത് കഴിഞ്ഞ കൊല്ലം സ്റ്റിക്കർ ഒട്ടിച്ച തണ്ണിമത്തനാണ് വിതരണം ചെയ്തിരിക്കുന്നത്. ഇത്തവണ ഞങ്ങൾ എല്ലാ മാർക്കറ്റുകളായിട്ടും ടൈപ്പ്, ഞാൻ ഇതിനിടയിൽ ഈ മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടികളും ചെയ്തിരുന്നു. അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് കൃഷി മേഖലയുമായി ബന്ധപ്പെട്ട് കൃഷിമന്ത്രിയുടെ ഒരു പീരീഡിലുള്ളൊരു സീസൺ കൃഷിക്കാരനല്ല എന്നാണ് താങ്കളെക്കുറിച്ചുള്ളൊരു വലിയ സന്തോഷം ഞങ്ങളെയൊക്കെ സംബന്ധിച്ച്. എല്ലാ കാലത്തും കൃഷിക്കൊപ്പം നിൽക്കുന്ന കർഷകനായിട്ടുള്ള കൃഷിക്കാരെ കൂട്ടിച്ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു തൃശ്ശൂർ കർഷകൻ എന്ന് പറയുന്ന ഒരു സുനിൽകുമാർ ഞങ്ങളുടെ മുമ്പിലുണ്ട്. പക്ഷേ ഈ മത്സരത്തിൽ കാര്യം എന്തൊക്കെ പറഞ്ഞാൽ ഒരു ത്രികോണ മത്സരം ഇവിടെ ഉണ്ട്. ആ ത്രികോണ മത്സരത്തിൽ പലവിധ ഗ്യാരണ്ടി ഇവിടെ ഓടിക്കളിക്കുന്നുണ്ട്. പക്ഷേ ഇടതുപക്ഷക്കാരെ സംബന്ധിച്ച് ഒരു ജനാധിപത്യ മതേതര രാജ്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങളൊരു അസാമാന്യ കോൺഫിഡൻസ് ആണ് നൽകുന്നത്. അതിൻ്റെ ഒരു സീക്രട്ട് എന്താണ്? അല്ല, നമ്മൾ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോഴേ, കാരണം അറിയോ, തൃശ്ശൂർ അത് സുനിൽകുമാറാണല്ലോ, സുനിൽകുമാർ അവിടെ ഉണ്ടല്ലോ, സുനിൽകുമാറാണല്ലോ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് കേരളത്തിനാകെ നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അതെന്താണത്? അതിൻ്റെ ഒരു സീക്രട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതിലിപ്പോൾ ജനങ്ങളുമായിട്ട് നമുക്കുള്ള ഒരു ആത്മബന്ധമുണ്ട്. അതെന്തൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ കൃത്രിമമായിട്ട് സൃഷ്ടിക്കുന്നൊന്നല്ല. അത് അവരുടെ കാര്യങ്ങളിൽ, എനിക്കിപ്പോൾ എല്ലാ കാര്യവും ജനങ്ങളുടെ കാര്യം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷേ അവർ പറയുന്നത് നമ്മൾ കേൾക്കണം. ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെങ്കിൽ അത് എന്ത് സാഹചര്യത്തിലും ചെയ്തു കൊടുക്കണം. പ്രത്യേകിച്ച് നമുക്ക് ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജനപ്രതിനിധി അല്ലാതാകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ജനപ്രതിനിധി ആകുമ്പോൾ നമുക്ക് ഒരു കാര്യം, ഒരു ഉദ്യോഗസ്ഥനെ വിളിക്കണം, നമുക്ക് അപ്പോൾ വിളിക്കാം, വിളിച്ചാൽ ഞാൻ ഇന്ന ആളാണെന്ന് പറയാമല്ലോ നമുക്ക്. അപ്പോൾ അതിനൊരു റെസ്പെക്റ്റ് അവിടെ സ്വാഭാവികമായിട്ട് അതിനൊരു. ഇതൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് എങ്ങനെയായിരുന്നു തൃശ്ശൂരിനകത്തെ ഒരു ഏർപ്പാടും ഇടപാടും? അതില്ലാത്തപ്പോഴും നമ്മൾ വിളിക്കുമല്ലോ ആ കാര്യങ്ങൾക്ക് വേണ്ടി. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അതൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ മന്ത്രിയല്ല, ജനപ്രതിനിധിയല്ല, പക്ഷേ തൃശ്ശൂരുകാർ പല ആവശ്യങ്ങൾക്കും വന്ന് സമീപിക്കുന്ന കാലത്തിന് കുറവൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ നിരവധി ആൾക്കാർ വരും. അധികം ആൾക്കാരും ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ട അവരുടെ ചികിത്സ, ഡോക്ടർമാരെ വിളിക്കുക, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളും ഏത് കാര്യമാണെങ്കിലും അവർ വിളിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർക്ക് എൻ്റെ അടുത്ത് എന്നോട് ഈ ആളുകളിങ്ങനെ നിരന്തരം ഫോൺ ചെയ്യുമ്പോൾ, അപ്പോൾ എന്നോട് ഇങ്ങനെ ആൾക്കാർ വിളിക്കുന്ന പറഞ്ഞപ്പോൾ ആളുകൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എന്നോടൊരു നേതാവ് പറഞ്ഞൊരു കാര്യം, ഒരു ചെറിയ കാര്യത്തിന് ആൾക്കാർ വിളിക്കും നമ്മളെ, വളരെ ചെറിയ കാര്യങ്ങൾക്ക്. അപ്പോൾ ഞാൻ ആളുകൾ തമാശയ്ക്ക് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അത് തമാശയല്ല, അത് നമ്മളെ ആളുകൾ വിളിക്കുന്നത് ചെറിയ കാര്യങ്ങൾക്കാണെങ്കിൽ അയാൾക്കൊരു ആവശ്യം വന്നപ്പോൾ അയാൾക്കത് വലിയ ആവശ്യം, അയാൾ ആദ്യം വിളിക്കാൻ തോന്നിയത് നിങ്ങളെയാണ് ഓർമ്മിച്ചതെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യണം. അതാണ് കറക്റ്റായിട്ടുള്ളത്. നമ്മൾ പൊതുപ്രവർത്തകർ എപ്പോഴും പാലിക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മളെ ആര് വിളിച്ചാലും ചിലപ്പോൾ നമ്മൾ രാത്രി പാതിരയ്ക്കായിരിക്കും വിളിക്കുക. ഞാൻ എൻ്റെ ഡയൽ ടോൺ പകൽ ഓഫ് ചെയ്തിട്ട് രാത്രി ഓൺ ചെയ്തേക്കും. കാരണം രാത്രി നമ്മൾ വിളിച്ചറിയണല്ലോ, അത്ര അത്യാവശ്യം. ചിലപ്പോൾ വണ്ടി ഓടിച്ച് മുമ്പ് പിടിച്ച കാര്യമൊക്കെ വിളിക്കുന്നുണ്ടാവും ആൾക്കാർ. പക്ഷെ എന്നാലും ആളുകൾ വിളിക്കും നമ്മളെ. അപ്പോൾ ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമായിരിക്കും. ഈ നേരത്തെ MLA മന്ത്രിയൊക്കെ ആയിരുന്ന കാലത്ത് നമ്മൾ തിരുവനന്തപുരത്ത് പറയുന്നൊരു കാര്യമുണ്ട്, സുനിലേട്ടൻ്റെ MLA ഹോസ്റ്റലിലെ മുറി ആശുപത്രി വാർഡാണെന്ന് പറയും. തൃശ്ശൂരിൽ നിന്നൊക്കെ ആശുപത്രി കേസ്, പ്രത്യേകിച്ച് RCC അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്നാൽ എല്ലാവരും വരുന്നത്, താമസിക്കുന്നത്, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന രീതി നമ്മൾ സുഹൃത്തുക്കൾ സംസാരിക്കുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ അങ്ങനത്തെ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട് അവിടെ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. അപ്പോൾ ഞാൻ ASFൻ്റെ കാലമായിട്ട് തിരുവനന്തപുരത്ത് വരുന്ന സമയത്ത് തന്നെ പല ആളുകളും RCC ശ്രീധറിലേക്ക് പോകുന്ന ആൾക്കാരെയൊക്കെ ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുപോയി എൻ്റെ ഇളയമ്മയുടെ വീട്ടിലൊക്കെ താമസിപ്പിക്കുമായിരുന്നു. അപ്പോൾ അവർ വന്ന പലരും ഇളയമ്മയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു.
അപ്പോൾ അന്ന് VK രാജേട്ടൻ്റെ മുറിയിൽ അന്ന് ഇവരെ കൊണ്ടൊക്കെ താമസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രാജേന്ദ്രൻ അവിടെ MLA ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ AIVFൻ്റെ സെക്രട്ടറി ആയിരിക്കുമ്പോഴും ഈ ആളിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നൊരു പതിവുണ്ടായിരുന്നു. അപ്പോൾ MLA ആയപ്പോൾ MLA ഹോസ്റ്റൽ നമുക്ക് സ്വന്തം സൗകര്യം കിട്ടി. അപ്പോൾ അത് ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു. പിന്നീടത് ആളുകൾ നമുക്കൊന്നും പരിചയമില്ലാത്ത ആളുകളടക്കം അവിടെ വരും, താമസിച്ച് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി വന്നപ്പോൾ അതങ്ങനെയായിട്ട് മാറിയതാണ്. അല്ലാണ്ട് അതിനു വേണ്ടി പ്രത്യേകിച്ചൊരു എഫർട്ട് എടുത്തതല്ല. അതൊരു നമുക്കെന്താ ഇപ്പോഴും എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വിളിക്കുന്നത് ഈ ഡോക്ടർമാരെ ആയിരിക്കും വിളിക്കുക. ഇപ്പോൾ നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ജയകുമാർ, ഞാൻ ഒരു ദിവസം 2 തവണയും വിളിക്കുന്ന ആളാണ്. അതുപോലെ ഈ ഇവിടുത്തെ ഒരു ഡോക്ടർ അഷ്റഫ് ഉണ്ട്. അതുപോലെ ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ രവി, അതുപോലെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഗാസ്ട്രോൻ്റെ സുനിൽകുമാർ, ഇങ്ങനെ തുടങ്ങിയുള്ള കുറേ ഡോക്ടർമാരുണ്ട്. നമ്മുടെ ഈ മെഡിക്കൽ കോളേജുകളിലൊക്കെയുള്ള എല്ലാ ഡോക്ടർമാരും, പിന്നെ ജില്ലാ ആശുപത്രിയിലുള്ള പിന്നെ നിരവധി ഡോക്ടർമാരുണ്ട്. ആ ഡോക്ടർമാരൊക്കെ നമ്മുടെ സ്ഥിരം വിളിക്കാരാണ്. അപ്പോൾ അവരിപ്പോൾ ഞാൻ MLA അല്ല മന്ത്രി അല്ലെങ്കിൽ പോലും അവർ ഒരു കത്ത് കൊടുത്തേച്ചാൽ അത് റെസ്പെക്റ്റ് ചെയ്യും, അവരെ രോഗികളെ സഹായിക്കുകയും ചെയ്യുന്നു. പിന്നെ RCCയിൽ ഡോക്ടർ സജീദ് അവിടുത്തെ സൂപ്രണ്ടാണ്. സജീദിന് സ്ഥിരം എൻ്റെ പേഷ്യൻസാണ് അവിടെ അധികം. ഇത് നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് ഒരു പൊതുപ്രവർത്തകനെ സമീപിക്കുമ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ ആദ്യം സമീപിക്കാം അല്ലെങ്കിൽ ഒരു കാര്യം ചെന്ന് പറയാമെന്ന് തോന്നുന്ന ഒരു ആത്മവിശ്വാസം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ചർച്ചയാണ്. കാരണം നിങ്ങളത് എത്രമാത്രം അറിയുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സമൂഹ മാധ്യമങ്ങളിലായാലും കേരളത്തിലായാലും ഒക്കെ സുനിൽകുമാറിൻ്റെ ഒരു തൃശ്ശൂർ സ്ഥാനാർത്ഥിത്വത്തിന് ഇതുകൂടി ചേർത്താണ് ആളുകൾ വിലയിടുന്നത്, മാർക്കിടുന്നത്. അപ്പോൾ അതിനിടയിലെ ഈ വഴിപാടും മറ്റ് പ്രഖ്യാപനങ്ങളും ഒന്നും ഏതെങ്കിലും തരത്തിൽ തൃശ്ശൂരുകാരുടെ മനസ്സിനെ ബാധിക്കാത്ത വിധം, അല്ലെങ്കിൽ ഇപ്പോൾ പ്രതാപൻ മാറി മുരളീധരൻ വരുന്നു, രണ്ടും വലിയ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. അവർക്കിടയിൽ അതിലും ഉയരത്തിൽ നിൽക്കുന്ന ഒരു പൂരത്തിൻ്റെ ലെവലിലാണ് ഞാനീ പറയുന്നത്. അതിനും ഇടയിൽ നിൽക്കുന്ന ഒരു തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ ലെവലിൽ നിൽക്കുകയാണോ ഇടതുമുന്നണി? അല്ല, നമ്മളിപ്പോൾ അങ്ങനെ ഒരു തടമ്പിന് വേണ്ടിയുള്ള മത്സരമൊന്നുമല്ലല്ലോ. എങ്കിൽ പോലും ഇത് എല്ലാ സ്ഥാനാർത്ഥികളും വളരെ നമ്മൾ റെസ്പെക്ട് അല്ല, ഈ ജയം എന്ന് പറഞ്ഞൊരു തിടമ്പാണ്. അല്ല, അത് നമുക്ക് കിട്ടും എന്തായാലും. അതെന്തായാലും നമ്മൾ ജയിക്കും. നമ്മുടെ എല്ലാ സ്ഥാനാർത്ഥികളോടും നമുക്കൊരു വളരെ റെസ്പെക്റ്റുള്ള സ്ഥാനാർത്ഥികളാണ്. അവരുടേതായ അവരുടെ പ്രവർത്തന രീതികളും ഒക്കെ ഉള്ള ആൾക്കാരാണ്. നമ്മൾ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ജനങ്ങളാണ് അതിൻ്റെ വിലയിരുത്തി തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ നമ്മുടെ സ്ഥാനാർത്ഥികൾ അപ്പുറത്തുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മളൊരിക്കലും വില കുറച്ച് കാണില്ല. അത് അവരവരുടേതായ രീതിയിൽ ചെയ്യട്ടെ.